കളരിപ്പയറ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അത് തെക്കനാണോ, വടക്കനാണോ, മധ്യ കേരള സമ്പ്രദായമാണോ? തെക്കൻ്റെ പ്രത്യേകത എന്താണ്? വടക്കൻ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത എന്താണ്? മധ്യ കേരള സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക അതൊരു പ്രധാന ഘടകം തന്നെയാണ്. ആചാര്യന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അഭ്യാസികളുടെ ധർമ്മം. അതിൽ തന്നെ ആത്മീയ തലങ്ങളെ ഉണർത്തി പഠിക്കണോ, വ്യായാമമായി പഠിക്കണോ, ആയോധനമായി പഠിക്കണോ എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ആയോധനം എന്ന് പറഞ്ഞാൽ ശക്തമായി അടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആയോധനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സൂക്ഷ്മതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന തലമാണ് ആത്മീയത. വ്യായാമമെന്ന് പറഞ്ഞാൽ എന്താണ്? വ്യായാമമായിട്ടാണോ പഠിക്കേണ്ടത്? ആദ്യം എങ്ങനെ പഠിക്കണം? വ്യായാമമായിട്ടാണോ അതോ ആയോധനമായിട്ടാണോ? അതിൽ തെക്കൻ ഏതാണ്, വടക്കൻ ഏതാണ് എന്ന് പഠിക്കുക അതും ഒരു പ്രധാന കർമ്മമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവശ്യമായൊരു ഘടകമാണ് കളരിപ്പയറ്റിന്. ചോദ്യങ്ങളുണ്ടെങ്കിലേ ഉത്തരങ്ങളുള്ളൂ. ഉത്തരങ്ങൾ മാത്രമായി നിൽക്കുവാൻ പറ്റത്തില്ല. ചോദ്യങ്ങൾക്ക് യുക്തമായി മറുപടി പറയുക എന്നുള്ളതായിരിക്കണം ഒരു ഗുരുവിൻ്റെ ധർമ്മം. അനേകം ചോദ്യങ്ങളുണ്ട്, അനേകം ഉത്തരങ്ങളുമുണ്ട്. ചോദ്യങ്ങൾ സംശയങ്ങളില്ലാതെ ഉത്തരങ്ങളായി കിട്ടുമ്പോൾ അത് മഹത്തായ അവസ്ഥയിലേക്ക് മാറുന്നു. ആദ്യം നമ്മൾ വ്യായാമമായിട്ടാണ് പഠിക്കുന്നത്. ആയോധനത്തിൻ്റെ മറ്റൊരു തലമാണ് വ്യായാമം. വ്യായാമത്തിലൂടെ സംയോജിപ്പിച്ച് ആയോധനമാക്കി മാറ്റി ഒടുവിൽ ആത്മീയ തലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ കളരിപ്പയറ്റ് പൂർണ്ണമായ അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കളരി കലയല്ല, യുദ്ധമാണ്. യുദ്ധമായിരുന്നു കളരി, ഇപ്പോഴും യുദ്ധം തന്നെയാണ്. എല്ലാ യുദ്ധകലകളിലും കളരി ആവശ്യമായൊരു ഘടകമാണ്. ഉപകരണങ്ങൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ, ആയുധങ്ങൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവയുടെ എല്ലാം അടിസ്ഥാനം കളരി തന്നെയാണ്. വാളും പരിചയും ഉറുമിയും കുന്തവും പരിചയും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്.